പ്രിയ വചനയാത്രക്കാർക്ക് ആണ്ടുവട്ടത്തിലെ 15-ാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ചിന്തയെ പ്രധാനമായി 3 പോയിന്റുകളായിട്ടാണ് ക്രമീകരിക്കുന്നത്. ആമുഖം: യേശു തൻ്റെ 12 പേരെ അയച്ചത് യഹൂദന്മാരുടെ അടുക്കലേക്കാണ്. മർക്കോസ് 6:7, മത്തായി 10:5-6 വരെ. എന്നാൽ യേശു 70 പേരെ അയക്കുന്നത് വിജാതിയുടെ അടുക്കലേക്കാണ്. ലൂക്ക 10:17-24 വരെ. യഹൂദ രീതി അനുസരിച്ച് ഒരു കാര്യം സത്യമായി അംഗീകരിക്കപ്പെടണമെങ്കിൽ 2 പേരുടെ സാക്ഷ്യം ആവശ്യമാണ്. അതിനാലായിരിക്കണം 2 പേരെ വീതം അയക്കുന്നത്. നിയമാവർത്തന പുസ്തകം 19:15. യേശു ചെയ്ത 3 കാര്യങ്ങളാണ് നമ്മളിന്ന് വിചിന്തനം ചെയ്യുക. യേശു പ്രസംഗിച്ചു, പിശാചുക്കളെ പുറത്താക്കി, രോഗസൗഖ്യം നൽകി. ഇതുതന്നെയാണ് ശിഷ്യന്മാരും ചെയ്യണം എന്ന് യേശു ആവശ്യപ്പെടുന്നത്. 1. ശിഷ്യന്മാർ ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു. ഹെബ്രായ ഭാഷയിൽ ഷുബ് എന്നും ഗ്രീക്ക് ഭാഷയിൽ മെത്തനോയ എന്നും ഇംഗ്ലീഷിൽ റിപ്പൻറ്റൻസ് അഥവാ കൺവേർഷൻ എന്നും മലയാളത്തിൽ മാനസാന്തരം എന്നുമാണ് അനുതാപത്തിൻ്റെ പേരുകളായി നാം വായിക്കുക. മനപരിവർത്തനം അഥവാ ഹൃദയപരിവർത്തനം എന്നിങ്ങനെയും മാനസാന്തരത്തെ മനസ്സിലാക്കാം. ദൈവത്തിന് വിരുദ്ധമായവയിൽ നിന്നും ദൈവത്തിലേക്കുള്ള തിരിച്ചു നടക്കലാണ് മാനസാന്തരം. തിന്മ നിറഞ്ഞ മനസ്സും മനോഭാവവും ഉണ്ടാക്കി വച്ചിരിക്കുന്ന പാപകരമായ സംവിധാനങ്ങളുടെയും മാറ്റവും കൂടെയാണ് മാനസാന്തരം. തിന്മ നിറഞ്ഞ വ്യക്തിയും സംവിധാനങ്ങളും ഒരേ സമയം ഒരുമിച്ച് മാറുന്നതും ദൈവികതയിലായിരിക്കുന്നതുമാണ് മാനസാന്തരം. യേശു പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ മാനസാന്തരപ്പെടാനും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള ആഹ്വാനത്തോടെയാണ്. മർക്കോസ് 1:14-15 വരെ. അതുകൊണ്ടാണ് യേശു തൻ്റെ പ്രസംഗങ്ങളിലെല്ലാം പശ്ചാത്താപത്തിലേക്ക് നീങ്ങേണ്ടതിൻ്റെ ഊന്നൽ നൽകി കാണുന്നത്. കാരണം പാപത്തിൻ്റെ സാർവത്രിക ശക്തിയും അതിൽ നിന്നുള്ള രക്ഷയും പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ആഗ്രഹിക്കുന്നു. 2. ശിഷ്യന്മാർ അനേകം പിശാചുക്കളെ പുറത്താക്കി. ഇരുളും വെളിച്ചവും ഒരുമിച്ച് പോകില്ല. നന്മയും തിന്മയും ഒരുമിച്ച് പോവില്ല. ദൈവവും പിശാചും ഒരുമിച്ച് പോകില്ല. ദൈവികത നിറയുന്നിടത്ത് നിന്ന് പിശാച് ഓടിയകലും. പിശാച് പുറത്തു പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രഭാതം കുറിക്കലാണ്. 3. ശിഷ്യന്മാർ അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. പൗരാണികർക്ക് തൈലം രോഗസൗഖ്യത്തിൻ്റെ പ്രതീകവും ഔഷധഗുണസമ്പന്നവുമാണ്. യെശയ്യാ 1:6, ലൂക്ക 10:34. യേശുവിന് തൈലം ദൈവിക ശക്തി പ്രകടമാക്കാനുള്ള മാധ്യമമാണ്. ഈ 3 കാര്യങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് 3 പോയിന്റുകളായി നാം ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. 1. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ചെരുപ്പ് ധരിക്കാം. മർക്കോസിൽ മാത്രമാണ് വടിയും ചെരുപ്പും ആകാമെന്ന് പറയുന്നത്. ദാസർ സാധാരണയായി നിഷ്പാദകരായിട്ടാണ് നടന്നിരുന്നത്. ചെരുപ്പണിയിക്കുക എന്നതുവഴി സമ്പൂർണ്ണ പുത്രത്വത്തിലേക്കാണ് യേശു ശിഷ്യരെ ഉയർത്തുന്നതെന്ന് ലൂക്ക 15:22 നിന്നും നമുക്ക് വായിച്ചെടുക്കാം. 2. ശിഷ്യന്മാർക്ക് വടിയെടുക്കാം. വിശുദ്ധ മർക്കോസ് യാത്രയ്ക്കെന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഹോഡോസ് അഥവാ വഴി എന്ന പദം ഈ സുവിശേഷ ഭാഗത്ത് ശിഷ്യത്വത്തിൻ്റെ വഴിയും സൂചിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ അധികാരത്തിൻ്റെയും ശക്തിയുടെയും അടയാളമാണ് വടി. വടി അടിക്കാനുള്ളതല്ല, മറിച്ച് തെളിക്കാനുള്ളതാണെന്ന് സങ്കീർത്തനം 23 നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 3. അപ്പം, പണം, സഞ്ചി, അരപ്പട്ട എന്നിവ വേണ്ട. മന്ന ഇന്നത്തേക്ക് ആവശ്യമുള്ളത് എടുക്കാനാണ് ദൈവം ആവശ്യപ്പെട്ടത്. നാളത്തേക്ക് സൂക്ഷിച്ചാൽ ചീത്തയാകും. അന്നുള്ള അപ്പത്തിനായി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും യേശു ആവശ്യപ്പെട്ടു. ദരിദ്രരായി ദൈവത്തിൽ ആശ്രയിക്കാനും സുവിശേഷ പ്രഘോഷണം ചെയ്യാനും ദാരിദ്ര്യം ആവശ്യമാണ്. ഉപസംഹാരം: വാക്കും പ്രവൃത്തിയും ജീവിത സാക്ഷ്യവും ക്രിസ്തു ശിഷ്യൻ്റെ മുഖമുദ്രയാകണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഫ്രാൻസിസ് പാപ്പ നമുക്ക് ഇതിനൊരു മാതൃകയും പ്രചോദനവുമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.